നെടുമുടി വേണുചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടാണ് മൂത്തേച്ചിറ എന്ന് പറയുന്ന വീട്. ആ വലിയ തറവാട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ തറവാട്ടിലെ പ്രിയപ്പെട്ട മനോജിൻ്റെ സഹധർമ്മിണി സ്മിതയും അവരുടെ ഏക മകള് വേദികയും നമ്മളോടൊപ്പം ഈ സന്ധ്യാനേരത്ത് ചേരുകയാണ്. അംഗനവാടിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഓണം സമയം കഴിഞ്ഞ് ഒരു ദിവസം അവൻ്റെ കുട്ടിയുടെ അമ്മ വീട്ടിലേക്ക് പോയി തിരിച്ച് അവിടെ വന്നപ്പോൾ അവിടെ വെച്ച് ഓട്ടോ മുട്ടിയെന്ന് അതിൻ്റെ ഓട്ടോയുടെ കാലയിൽ എന്താണ് മുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാലിലൊരു മുഴ പോലെ വന്നു. ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും മുട്ടിയതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ 1 മാസത്തോളം അങ്ങനെ സംഭവം നടക്കുന്നു. ഞങ്ങൾ പല ആയുർവേദ ഡോക്ടറെയും ഡോക്ടറെല്ലാം കാണിച്ചു. എന്നിട്ടും കുട്ടി അവസാനം കാല് കുത്താൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോയി. അംഗനവാടി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഫലമായി ഞങ്ങൾ ആദ്യം ചേർത്തല കിൻഡറിൽ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു എന്നാൽ സർജനെ കാണിക്കാമെന്ന്. സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഉടനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നിങ്ങൾ അമൃതയിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകാൻ പറഞ്ഞു. അനുസരിച്ച് ഞങ്ങളെ പെട്ടെന്ന് തന്നെ കുട്ടിയല്ലേ പെട്ടെന്ന് തന്നെ അമൃതയിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അന്നൊരു ചെറിയ സംശയം പറഞ്ഞു, മുഴയായിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി അവിടെ ഡോക്ടർ അത് സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സർജറി ചെയ്തു. അത് ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് ഇത് ക്യാൻസറൊക്കെ വളരെ റയറായ ഒരു കേസായിരുന്നു. ഇത് ക്യാൻസറാണെന്ന് അറിഞ്ഞു. ഉടനെ തന്നെ എല്ലാവരും പറഞ്ഞു RCC ആണ് ഏറ്റവും ബെറ്റർ ഹോസ്പിറ്റൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങൾ ഉടനെ തന്നെ 2ാം പൊക്കം RCCയിലെത്തി. ഒരു 10-20 ദിവസം അവർ അവിടെ ഒബ്സർവേഷൻ ഇട്ടു. കുട്ടിയെ ഒരു ചെക്കപ്പും അതിന് ഫോളോ അപ്പും എല്ലാം കാര്യങ്ങളെല്ലാം 1 മാസത്തോളം അഡ്മിറ്റ് ആയി. പിന്നെ 1 മാസം തികയാറായപ്പോഴത്തേക്ക് 1 മാസം തികഞ്ഞില്ല 20 ദിവസം ആയപ്പോഴത്തേക്ക് റിപ്പോർട്ടെല്ലാം അവരുടേതായ രീതിയിൽ റിപ്പോർട്ടുകളെല്ലാം വന്ന് ട്യൂമർ തന്നെയാണ് എന്നവർ ചെയ്തു. കാലിൻ്റെ തൊടയിൽ ഇവിടെ ഉണ്ടായിരുന്നു അടിവയറിൻ്റെ ഒരു ചെറിയ ഡോട്ടുകൾ, സ്പോട്സുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 സൈക്കിൾ കീമോയും ആദ്യം 8 സൈക്കിൾ കീമോ ചെയ്തു. 4 സൈക്കിൾ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ MRI എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, സൈസൊക്കെ ചുരുങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും 28 റേഡിയേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്റ്റേ എല്ലാം അച്ഛൻ്റെ അടുത്തായിരുന്നു, ലൂർദ് മാതയിലായിരുന്നു. അച്ഛൻ്റെ ഫുൾ സപ്പോർട്ടും സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് റേഡിയേഷനും ഞങ്ങൾ 28 റേഡിയേഷനും കംപ്ലീറ്റ് ആക്കി, 8 സൈക്കിൾ കീമോയും കംപ്ലീറ്റ് ആക്കി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സക്സസ് ആയിരുന്നു. 8 മാസത്തോളം ലൂർദ് മാതായിലായിരുന്നു ഞങ്ങൾ സ്റ്റേയും എല്ലാം. എന്നാ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന? ഞങ്ങളിപ്പോൾ വന്നിട്ട് 3 മാസമായി. മോളെന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയോ? സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. 2 മാസമായി സ്കൂളിൽ പോകുന്നുണ്ട്. ആക്റ്റീവായി. ഫസ്റ്റ് ടേമിൻ്റെ എക്സാമും കഴിഞ്ഞു. കുഴപ്പമില്ല, എല്ലാം നല്ല മാർക്കുകളാണ്. നമ്മുടെ ഈ മോള് കാലൊട്ടുമേ കുത്തത്തില്ലായിരുന്നു. ഇങ്ങനെ ചാടി ഇങ്ങനെ ഒറ്റ കാലയിൽ ഇങ്ങനെ ഇതാവത്തുള്ളൂ, ഭയങ്കര പെയിനൊക്കെയാണ്. പക്ഷെ ആ മോളാണ് ഇപ്പോൾ തുള്ളിച്ചാടി നല്ല മിടുക്കിയായിട്ട്. അത്രയും നല്ലൊരു കെയർ RCCയിൽ നിന്ന് മോൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ട് 5 വർഷത്തോളം ഇതിൻ്റെ ഫോളോ അപ്പ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വളരെ റെയറായ ഒരു ട്യൂമറാണിതെന്നാണ് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനുസരിച്ച് വളരെയധികം കെയർ ചെയ്യുന്നത്. എവിടെയെങ്കിലും ചെറിയൊരു മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. ഇപ്പം 5 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് അവർ ഫോളോ അപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 2ാമത്തെ ചെക്കപ്പിന് വേണ്ടി ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ വരുന്നുണ്ട് RCCയിലേക്ക്. RCCയിൽ മെയിനായിട്ട് ഏത് ഡോക്ടറാണ് നോക്കിയിരുന്നത് മോളെ? കലാശേഖറാണ് നോക്കിയിരുന്നത് അല്ലേ? മറ്റേ മനുപ്പോൾ ഉണ്ടായിരുന്നോ? മഞ്ജുഷ ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ടത് കലാശേഖറായിരുന്നു. കലാശേഖർ ഡോക്ടറിന്റെ ഇപ്പം മരുന്നുണ്ടോ? മെഡിസിൻസ് ഒന്നുമില്ല ഇപ്പൊ ഒരു മെഡിസിൻസും ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു മെഡിസിൻസോ ഒന്നും ചെയ്യണ്ട, അവൾ ആക്റ്റീവാണ്, കുഞ്ഞ് ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. ഭാവിയിൽ എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് വന്ന് ചെക്കപ്പ് ചെയ്യണം. നിങ്ങളുടെ വിവാഹം ഏത് വർഷമായിരുന്നു?
2014. 2014 മോളുണ്ടായതോ 5 കൊല്ലം 5 വർഷമായി. 5 വർഷം കഴിഞ്ഞുണ്ടായ മോളാണ് വേദിക. അത് IVF-ലാണ്. IVF ആയിരുന്നു. ഫസ്റ്റ് IVF തന്നെ ഞങ്ങൾക്ക് സക്സസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഞങ്ങൾ IUIയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. 10 IUI എടുത്ത് 10 IUIയും സക്സസ് ആയില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു ഡോക്ടറിനോട് ഇതെന്താണ് ഇങ്ങനെ, ഞങ്ങൾക്ക് ഹെറിഡിറ്റി ആയിട്ട് ആർക്കും അങ്ങനെ ഒരു അസുഖം കണ്ടില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലപ്പം IVF ചെയ്തതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും, മേ ബി പോസിബിൾ. അത് 100-ലൊരു 1% മാത്രം. ആക്ച്വലി എനിക്ക് 2nd മന്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിന് ഹോർമോൺസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ചിലപ്പം അതിൻ്റേതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം. അത് ഇപ്പോഴേ കണ്ട് അത് കാലിന് മാത്രമാണ് വന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു. അപ്പം ഇങ്ങനെ ഇത്രയും ശ്രമകരമായ, ഒത്തിരിയേറെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അല്ലേ, അങ്ങനെയെല്ലാം ഒത്തിരി ഒരുപാട് വിഷമിച്ചും കഷ്ടപ്പെട്ടും എല്ലാം കിട്ടിയ മോളാണ് വേദിക അല്ലേ. അങ്ങനെയുള്ള വേദികയ്ക്ക് അങ്ങനെയൊരു റിപ്പോർട്ട് വന്നപ്പോഴേക്കും, വേദിക മോളുടെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും ഉള്ള ഒരു ദിവസങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഫസ്റ്റ് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ. ഇത് തന്നെയാണോ, അതിനിയും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലേ എന്ന് പറഞ്ഞുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതാരും ജീവിതത്തിൽ എനിക്ക് മാത്രമല്ല ഒരാൾക്കും അങ്ങനെ സംഭവിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇപ്പം നിങ്ങളുടെ കുടുംബക്കാരും ബന്ധുക്കൾ ഈ ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷമായിരുന്നല്ലോ, അപ്പം അവരുടെയൊക്കെ ഒരു മാനസിക പിന്തുണ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. വിളിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട്, പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ 100 കണക്ക്. എപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയും സ്മിത ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, കുഞ്ഞിനൊന്നുമില്ല, ഇത് ഇപ്പോൾ അവളുടെ ചെറിയ പ്രായമല്ലേ, അതെല്ലാം മാറും. ആൾക്കാരുടെ ഒരു ഇത് തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു. ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം വളരെ ഒരു കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് വളരെ റയർ ആയിട്ടാണ്. ഒരു 65-60 സാധാരണ ഒരു സംഭവം കുട്ടനാട്ടിൽ. പക്ഷെ ഇപ്പം ഒരു കുട്ടിക്ക് വന്നത് ഈ നെടുമുടി പഞ്ചായത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. അവിടെ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടി ഇപ്പൊ എങ്ങനെയാ സ്കൂളിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ പെർഫോമൻസ് ഒക്കെ? രക്ഷയില്ല. സ്കൂളിലെ ടീച്ചറിന് കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ ടീച്ചേഴ്സ് ഒന്നും പറയാറില്ല. അവള് ആക്റ്റീവാണ് പൊതുവെ. അവള് പഠിക്കുന്ന കാര്യത്തിലും ഒക്കെ അവളുടേതായ കാര്യത്തിലൊക്കെ അവള് 100-ലൊരു 80% ഓക്കെയാണ്. അതുകൊണ്ട് ടീച്ചർ ഒന്നും പറയത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും, അവളുടെ കുസൃതി കാരണം ഇടയ്ക്ക് അവൾക്ക് വഴക്ക് കിട്ടാറുണ്ട്. അല്ലാതെ പഠിത്തത്തിൽ ഇതുവരെയായിട്ടും അങ്ങനെയുള്ള ഒരു സാധാരണ കുട്ടികളെ നോക്കാൻ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും പേഴ്സണലി കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം ഒരു ക്യാൻസർ വന്ന ഒരു കുട്ടിയെ നോക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കുറേ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലി എന്തൊക്കെയാണ് ഇഷ്യൂസും കാര്യങ്ങളും? 8 മാസം ഞങ്ങൾ നല്ലപോലെ വിഷമിച്ച ഒരു കൗണ്ട് കൂടുന്നില്ല, പ്ലേറ്റ്ലെറ്റ് നമുക്ക് കീമോ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം, കൗണ്ട് കൂടുന്നില്ല, പ്ലേറ്റ്ലെറ്റ് കുറയും. ഇവക്ക് 21 ദിവസം കൂടുമ്പോഴായിരുന്നു ഒരു സൈക്കിള്. അത് ചിലപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ അവിടെ ലൂർദിൽ ചെന്നപ്പോൾ തൊട്ട് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. കുഞ്ഞ് നടക്കുന്നില്ലായിരുന്നു. ലൂർദില സിസ്റ്ററായിരുന്നു, രാവിലെ വന്ന് മാതാവിൻ്റെ എണ്ണ തൂത്ത്, ആ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. രാവിലെ വന്ന് മാതാവിൻ്റെ എണ്ണ തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് കുഞ്ഞു പറഞ്ഞു, അമ്മേ എനിക്ക് നടക്കാൻ പറ്റും, അമ്മ എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരാമോ? അന്ന് തൊട്ട് കുഞ്ഞ് നടക്കാൻ ഒരു പോസിറ്റീവ് വൈബായിരുന്നു അപ്പം തൊട്ട്. വേദിയെക്കുറിച്ച് 1-2 വിശേഷങ്ങൾ വേറെ ആരും പറയാം. ഇപ്പം സ്മിത ചെരുപ്പെന്ന് പറഞ്ഞപ്പോഴേക്കാ, വേദിയയ്ക്ക് എത്ര ചെരുപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒത്തിരി ചെരുപ്പുകളുണ്ട്. വേദിയെ മോൾക്ക് എത്ര ഉടുപ്പ് അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അച്ഛൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതും എനിക്കറിയത്തില്ല. എത്ര കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത്രയേറെ കളിപ്പാട്ടങ്ങളും എല്ലാം അവിടെയുണ്ട്. വേണോ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചു തരട്ടെ? എന്തോ പുതിയ വാങ്ങിച്ചു അല്ലേ? അവളുടെ ഒരു വീക്ക്നെസ് ആണല്ലേ ചെരുപ്പ് മാത്രമല്ല, ചെരുപ്പും കളിപ്പാട്ടവും. ഡ്രസ്സൊന്നും അങ്ങനെ വീക്ക്നെസ് അല്ല, ചെരുപ്പും കളിപ്പാട്ടും ഭയങ്കര വീക്ക്നെസ് ആണ്. ഞങ്ങൾ 5ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ലൂർദ് മാതാ കെയർ വെച്ചാണ് അല്ലേ? ലൂർദ് മാതാ കെയറിലെ താമസത്തെക്കുറിച്ച് എന്നാ പറയുന്നത്? അവിടെ ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു
മനോജ് കുറച്ചും കൂടി ജോലിയുടെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഇടയ്ക്ക് അവിടെ നിന്ന് അല്ലേ മനോജ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഞാനും അമ്മ പോകുമ്പോൾ സ്മിത എന്നാണ് കുട്ടിയുടെ അമ്മയുടെ പേര്. സ്മിതയുടെ അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്. മമ്മിയാണ് എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഒരു പോസിറ്റീവ് വൈബാണ് ലൂർദ് മാതയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ്. പ്രാർത്ഥന, ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഡിസിപ്ലിൻസ് ആണെങ്കിലും എല്ലാം. പിന്നെ അച്ഛൻ്റെ സപ്പോർട്ട്, സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ബ്രദേഴ്സിൻ്റെ സപ്പോർട്ട്, ഓരോ കാര്യങ്ങളും എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഓരോ കാര്യങ്ങളും വന്ന് ചോദിക്കും. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനും ഫുൾ സപ്പോർട്ടാണ്. ബ്രദേഴ്സ് ആണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും. ക്യാൻസർ രോഗികളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? സത്യം പറയാലോ, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരിക്കലും ദൈവമേ അതിനകത്തോട്ട് എന്നെ കേറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഒരു ഇതിന്റെ ക്യാൻസർ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞില്ലേ? അപ്പോൾ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും കൂടെ ആകുമ്പോൾ അവൾക്ക് വാത്സല്യം വേണ്ട ഏറ്റവും വലിയ സമയമാണ്. അത് കൂടുതലും അവൾ പ്രതീക്ഷിക്കുന്ന അച്ഛൻ്റെ നിന്നായിരിക്കും. അപ്പോൾ പിന്നെ അവൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടി ആകുമ്പോൾ അവൾക്ക് ഇതിലും കൂടുതലും പരിചരണം വേണം. സാർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൂടിയല്ലേ, അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ജോലിയും എങ്ങനെ മാനേജ് ചെയ്യുക? അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചിലെ തൊട്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കൃഷിപ്പണി, റേഷൻ കട ഇങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നു കൊച്ചിലെ ഉള്ള ജീവിതം. അപ്പോൾ ഈ നമ്മൾ കൂടുതൽ ജോലിയിലേക്ക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ക്യാൻസർ രോഗിയാന്നുള്ളൊരു ചിന്ത എനിക്ക് വരത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക. ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ സ്റ്റേജ് നടക്കാൻ പറ്റാതെ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ആ ഒരു ഇതിലേക്ക് കുട്ടി അങ്ങനെ കാണുന്നേ ഇല്ല. ക്യാൻസർ രോഗിയാന്നുള്ള ചിന്തയില്ല. ചെക്കപ്പ് വരുമ്പോൾ ഇന്ന ഡേറ്റിൽ ചെക്കപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് ഇനി വരത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഒരിക്കലും വരത്തുമില്ല. അങ്ങനെ കേട്ടപ്പം പിന്നെ എൻഗേജ്ഡാണ് ഫുൾ ടൈം. ഇത് അറിഞ്ഞപ്പോൾ ഉണ്ടായ അതൊരു നമ്മളൊരു ഡള്ളായി പോകും മാനസികമായിട്ട്. പിന്നെ അങ്ങ് എല്ലാവരും കൂടെ ഇന്ന ഹോസ്പിറ്റലിൽ എല്ലാം പെട്ടെന്ന് എല്ലാം എല്ലാവരും ഫാമിലിയിലും സപ്പോർട്ട് കിട്ടി. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ എനിക്ക് ഇവിടെ നീക്കാൻ സാധിച്ചു. സ്മിതയ്ക്കും സ്മിതയുടെ അമ്മയ്ക്കും വേറൊരു പ്രത്യേകത കൂടി എടുത്ത് പറയാനായിട്ടുണ്ട്. അത് നന്ദിയോടെ ഞാൻ ഓർക്കേണ്ടതാണ്. നമ്മുടെ ലൂർദ് മാതാ കെയറിലാണെങ്കിലും എല്ലാ ദിവസവും ധാരാളം രോഗികൾക്ക് പുറത്താണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ വിവിധ കാര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആ ലൂർദ് മാതാ കെയറിലെ ഒരു അംഗത്തെ പോലെ അവിടെ അല്ലെങ്കിൽ അംഗമായി നിന്നുകൊണ്ട് തന്നെ സ്മിതയുടെ അമ്മയും വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ശാരീരിക അധ്വാനം ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇത് ഭയങ്കര റെസ്പോൺസിബിളാണ്. വളരെ നല്ല വൃത്തിയോടും വെടിപ്പോടും എന്താ പറയുക, നമുക്ക് അഭിമാനം തോന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാളായിട്ട് സ്മിത നിൽക്കുന്നത്. സ്മിതയ്ക്ക് ആ ഹൗസിൽ അങ്ങനെ ഒരു കാര്യം ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ പറയുന്നത് കൂടാതെ അല്ല, ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പല പ്രാവശ്യവും അച്ഛൻ വഴക്ക് പറയും, അതൊക്കെ വഴക്കളും അതൊക്കെ പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അച്ഛന് തന്നെ നമ്മൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ വഴക്ക് പറയുന്നു. ആ ഒരു രീതിയിൽ അങ്ങ് ഫുൾ ഫ്രീഡം ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ. അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. ഏത് പാതിരാത്രിക്കാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ട്. ഇവൻ എൻ്റെ മമ്മിക്ക് ഒരു ദിവസം വയ്യാതെ ഇരുന്നിട്ട് പോലും ബ്രദർ ആണെങ്കിലും ആശുപത്രി കൊണ്ടുപോയി രാത്രിയിൽ ഒരു 11 മണിയായി ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ കുഞ്ഞിനെ അടുത്ത് അവിടെ ആക്കി. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവിടെ. ലൂർദ് മാതയിൽ 18ഓളം കുട്ടികളുണ്ട് ക്യാൻസർ പേഷ്യൻസ് ആയിട്ട്. അപ്പോൾ ഇവൾ അതിനെ അതിജീവിച്ച് വന്നവൾ. അപ്പോൾ ഇവളുടെ ഒരു മാതാപിതാക്കളായിട്ടുള്ള ഒരു നിലയിൽ നിങ്ങൾക്ക് ഇവിടെ പേഷ്യൻ്റായിട്ടുള്ള പിള്ളേരോട് അവരുടെ മാതാപിതാക്കളോട് പറയാനായിട്ട് എന്താണ്? നമുക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്യുക, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അത് എന്താണോ ബാക്കിയുള്ളതെല്ലാം ദൈവം തരുന്നതാണ് നമുക്ക്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചങ്ങ് ജീവിതത്തെ കാണുക. എല്ലാം മാറും, എല്ലാം 100ൽ 100 തന്നെ നമുക്ക് കിട്ടും എന്ന്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവം എന്നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് ജീവിക്കുക.
100 ചിലപ്പം 70% ഒക്കെ ഓക്കെ, എന്നാലും 30% കുഞ്ഞിനൊരു ഇച്ചിരി പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ടെൻഷൻ വരും. എന്താണ് പനി, എന്തിൻ്റെ കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ വരും. അതൊരു സ്വാഭാവികമാണ്. നേരത്തെ നമുക്ക് അത്ര ടെൻഷൻ വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് പനി, ഉടനെ കൗണ്ട് ചെക്ക് ചെയ്യുക, പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്യുക, എന്താണ് ഡോക്ടേഴ്സ് അത് പറയുന്നത് വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് ഇവിടെ വന്ന ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ ഇതുവരെ? ഒരു പ്രാവശ്യം ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ട് കാണിച്ച് കൗണ്ടും പ്ലേറ്റ്ലെറ്റും എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് മരുന്നിൻ്റെ ഒക്കെ എഫക്റ്റാണ്, ചൂട് ശരീരത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കുഞ്ഞ് ആക്റ്റീവാണ്, അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ചെക്കപ്പിനും ഞങ്ങൾ പോയപ്പം എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് ചെക്കപ്പ് ഇനി ഡിസംബർ 6-ാം തീയതി പോകണം. ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് പഠിക്കേ, ഒരു പാട്ട് പാടിക്കേ, പാട്ട് കാണിക്കേ. അങ്ങോട്ട് നോക്കി ഒരു പാട്ട് പഠിക്കേ, ഉറക്കെ ഒരു പാട്ട് എന്നോടിഷ്ടം കൂടാവ എന്നെ കണ്ണാനില്ലെന്ന് എന്നെ കൂടെ നിൽക്കുക കളിയാതിന്ന് നീ മനത്തല്ല. എന്നോട് ഇഷ്ടം കൂടാവോ, എന്നോട് ഇഷ്ടം കൂടാവോ, കൂടാ